തമിഴ്നാട് തിരുനെൽവേലിയിൽ വാഹനാപകടത്തിൽ 11 മരണം. പുതുച്ചേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നാണ് സംശയം. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരുനെൽവേലിക്ക് സമീപം വള്ളിയൂരാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നതായാണ് സൂചന. 30ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ആശാരിപ്പള്ളം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തിരുനെൽവേലിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 11 മരണം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മരിച്ചവരിൽ ഭൂരിഭാഗവും മലയാളികൾ ആണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വേളാങ്കണ്ണിയിൽ നിന്നാണ് ബസ് പുറപ്പെട്ടത്. 5 പുരുഷന്മാരും 3 സ്ത്രീകളും 2 കുട്ടികളുമാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുള്ളത്. 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. തിരുനെൽവേലിക്ക് സമീപം വള്ളിയൂരിലാണ് അപകടം ഉണ്ടായത്. ബസ് നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. 11 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പരിക്കേറ്റവരുടെ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പരിക്കേറ്റവരെ ആശാരിപ്പള്ളം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. തിരുനെൽവേലിയിലാണ് വാഹനാപകടം ഉണ്ടായത്. നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. 40ഓളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ദിനകർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിനകർ, എങ്ങനെയായിരുന്നു സംഭവം? വിവരങ്ങൾ. സൗമ്യ, നാഗർകോവിലെ വള്ളിയൂർ വെച്ചാണ് അപകടം സംഭവിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു സംഭവം. 45ഓളം പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. യൂണിവേഴ്സൽ ട്രാവൽസിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശികളാണ് ഇതിൽ ഭൂരിപക്ഷവും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 പേർ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ 30 പേർക്ക് പരിക്കേറ്റതായും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുനെൽവേലിയിലെ വിവിധ ആശുപത്രികളിലാണ് ഇവരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്ന് സംശയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. എന്നാൽ പോലും അതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുനെൽവേലിയിലെ വിവിധ ആശുപത്രികളിൽ ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് വാഹനം ക്രെയിൻ ഉപയോഗിച്ച് വാഹനം പൊക്കി സ്ഥലത്തു നിന്നും ബസ് ഉയർത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത്. സൗമ്യ, ദിനകർ, അപകട സാധ്യതയുള്ളൊരു മേഖലയാണോ ഇത്? സൗമ്യ, ഇത് തിരുനെൽവേലി ടൗണിന്റെ ഭാഗമാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അപകട സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ടൗണിന്റെ ഒരു ഭാഗമാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള വലിയതുറയിൽ നിന്നുള്ള ഒരു സംഘം ആളുകളാണ് വിനോദയാത്രയ്ക്ക് പോയതിനു ശേഷം മടങ്ങി വരികയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇവിടെയും ലഭ്യമായിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിരന്തരം കന്യാകുമാരി കളക്ടറുമായി ഇവർ ബന്ധപ്പെടുന്നുണ്ട് എങ്കിലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ദിനകർ, ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോയി ആ സമയത്ത് നല്ല അമിതമായ സ്പീഡായിരുന്നായിരിക്കാം. അതൊക്കെ കൊണ്ടാണോ ഒരുപക്ഷെ ഇത്രയും മരണമുണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്? തീർച്ചയായും സൗമ്യ, ഡ്രൈവർ ഉറങ്ങിപ്പോയത് ഒരുപക്ഷെ അമിതമായ സ്പീഡും അതിന് കാരണമായിട്ടുണ്ടാകാം. മരിച്ചവരിൽ മലയാളികളും ഉണ്ട് എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. തിരുനെൽവേലിയിലെ വിവിധ ആശുപത്രികളിൽ ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നിരന്തരം അവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചികിത്സകളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. യൂണിവേഴ്സൽ ട്രാവൽസുമായി ബന്ധപ്പെടുമ്പോൾ അവർക്കും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. 10 പേർ മരിച്ചു എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പോണ്ടിച്ചേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്ന വഴിയിലാണ് അപകടം നടന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ദിനകർ, പരിക്കേറ്റവരുടെ സ്ഥിതി ദിനകർ പറഞ്ഞു 4 പേരുടെ നില ഗുരുതരമാണ് എന്ന്. ഈ കൂടുതൽ ആൾക്കാരുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഇവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു?
സ്വാമി രാവിലെ 6 മണിയോടുകൂടി അപകടം നടന്നുവെങ്കിലും സ്ഥലത്ത് അധികം ആരുമില്ലായിരുന്നുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ച് വൈകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പോലും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. തൊട്ടടുത്തുള്ള വിവിധ ആശുപത്രികളിലായി ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടം നടന്ന ബന്ധുക്കൾക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. മലയാളികളാണ് ഇതിൽ ഭൂരിഭാഗവും എന്നാണ്, തിരുവനന്തപുരത്തു നിന്നുള്ള ആളുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയതുറ ഭാഗത്തു നിന്നുമുള്ള ബന്ധുക്കൾ അടങ്ങുന്ന ഒരു സംഘമാണ് വിനോദയാത്രയ്ക്ക് പോയ ശേഷം മടങ്ങി വരുമ്പോൾ ആയിരുന്നു അപകടം നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗമ്യ, ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ആളുകൾ എത്താതെ വൈകിയതൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഒരു 11 പേരുടെ മരണത്തിലേക്കൊക്കെ വഴിവെച്ചു എന്ന് വേണോ കരുതാൻ? സൗമ്യ, ബസ് മീഡിയനിൽ ഇടിച്ച് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹങ്ങൾ നടുവിനായി ചിതറി കിടക്കുന്ന രീതിയിലായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. പുലർച്ചെയായിരുന്നതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവായിരുന്നു ഈ പ്രദേശത്ത്. എന്നിരുന്നാൽ പോലും ഏതാണ്ട് 6:45 എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ നില സാരമുള്ളതല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സൗമ്യ, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്കുമാർ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ഇതുമായി ബന്ധപ്പെട്ട് രാജ്കുമാർ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇതിൽ നമുക്ക് ഏറ്റവും പുതുതായിട്ടുള്ള വിവരം, നെയ്യാറ്റിങ്കര സ്വദേശി ലിയോ 33 വയസ്സ്, അൽഫോൺസിന്റെ മകൻ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലിയോ 33 വയസ്സ്, ഒരു മലയാളിയുടെ പേരാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പിന്നെ ലഭിച്ചിട്ടുള്ളത് ഗുജറാത്ത് സ്വദേശികളായ അഞ്ജലിയും സഹോദരൻ അഞ്ജനിലും എന്ന 2 പേര്. ഒപ്പം തമിഴ്നാട് കാരക്കാൽ സ്വദേശി സുജി 6 വയസ്സ് ഉള്ള ഒരു കുട്ടി. ഇങ്ങനെ 3 പേരുടെ പേരുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ മലയാളിയുടെ പേരാണ് ഇതിൽ ലിയോ, നെയ്യാറ്റിങ്കര സ്വദേശി ലിയോ ആണ്. ഇതിൽ വലിയതറ സ്വദേശികളായ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വിവരം ലഭിക്കുന്നുണ്ട്. പിലാക്കോട്ടൈ പാറൈ എന്നുള്ള സ്ഥലമാണ്. അത് വള്ളിയൂരിൽ നിന്ന്, നാഗർകോവിലിലെ വള്ളിയൂരിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ മാത്രമാണ് പിലാക്കോട്ടൈ പാറ എന്നുള്ള സ്ഥലം. ഇവിടെ വെച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 4-നും 5-നും ഇടയിലാണ് അപകടം സംഭവിച്ചത്. ഡ്രൈവർ ഉറങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഡിവൈഡർ ഇടിച്ചാണ് വണ്ടി ദൂരത്തേക്ക് തെറിച്ചു പോയത്. ഏതാണ്ട് 100-200 മീറ്റർ വരെ വണ്ടി വേഗതയിൽ മറിഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ 9 പേർ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മറ്റു 2 പേരെ കൊണ്ടുപോകും വഴിയും ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് 2 പേരുടെ മരണം സംഭവിച്ചത്. അങ്ങനെ 11 പേരാണ് മരിച്ചിട്ടുള്ളത്. രാജ്കുമാർ, ഈ കൂടുതലും മരിച്ചവരിലായാലും അപകടത്തിൽപ്പെട്ടിട്ടുള്ളവരായാലും ഒക്കെ കൂടുതലും മലയാളികളാണോ? ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരത്ത് യൂണിവേഴ്സൽ ട്രാവൽസ് എന്നുള്ള വാഹനമാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഈ വാഹനത്തിൽ യാത്ര പോയവരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കൂടുതലും മലയാളികൾ ഉണ്ട്. സഞ്ചരിച്ചിരുന്നവർ കൂടുതലും മലയാളികളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വലിയതുറ സ്വദേശികളായ 7 പേർക്കും മലയാളികളായ 7 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കൂടാതെ 9 പേർ, ഈ ഇതിൽ മരിച്ച 11 പേരിൽ ഏതാണ്ട് ഈ 90% ആൾക്കാരും മലയാളികൾ എന്നാണ് നമുക്ക് വിവരം ലഭ്യമായിട്ടുള്ളത്. ഇനിയും ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം ഇതിന്റെ പേര് വിവരങ്ങൾ മുഴുവനും ലഭ്യമാക്കാമെന്നുള്ളതാണ് ഈ തിരുനെൽവേലി അതുപോലെ തന്നെ നാഗർകോവിൽ ജില്ലാ കളക്ടർമാരുമായി ബന്ധപ്പെട്ടു. അവരും ഇതിന്റെ വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം ലഭ്യമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ. രാജ്കുമാർ പറഞ്ഞ അനുസരിച്ചാണ് 3 മണിക്കും 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകിയതൊക്കെ മരണസംഖ്യയൊക്കെ കൂടാനുള്ളൊരു സാഹചര്യം ഒരുക്കിയോ? തീർച്ചയായും പുലർച്ചെയായതുകൊണ്ട് അതുവഴി കടന്നുപോയ മറ്റു വാഹനങ്ങളും കർഷകരുമാണ് വിവരം പോലീസിന് നൽകുന്നതും ജനപ്രതിനിധികളെ അറിയിക്കുന്നതും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. പലരുടെയും മൃതശരീരം ചിന്നിച്ചിതറിയ നിലയിലുമായിരുന്നു. മറ്റുള്ളവരെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അങ്ങനെ പോകുമ്പോഴാണ് 2 പേർ മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 4 പേരുടെ മൃതശരീരം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ മൃതശരീരം മാറ്റാനോ പലരും ചിതറിയ നിലയിലായതുകൊണ്ട് ഇത് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് അധികൃതർ ഇപ്പോഴും ഉള്ളത്. 2 ഡ്രൈവർമാരാണ് ബസ്സിലുണ്ടായിരുന്നത്. അതിൽ ഒരു ഡ്രൈവർ അപകടത്തിൽ മരിച്ചു. മറ്റേ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അയാൾ ഇതിൽ അതായത് അഗസ്തീശ്വരം ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ സ്ഥിതി എങ്ങനെയാണ് എന്നറിയാം. രാജ്കുമാർ നേരത്തെ ദിനകർ സൂചിപ്പിച്ച പോലെയാണെങ്കിൽ 4 പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ ഒരു സിറ്റുവേഷൻ, ഒരു ഗുരുതരമായ ഒരു സിറ്റുവേഷൻ റിക്കവർ ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ എങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് പറയാൻ കഴിയുന്നത്? എങ്ങനെയാണ്?
സാധാരണഗതിയിൽ ഇത് ദേശീയപാതയും നല്ല റോഡ് കൂടി ആയതുകൊണ്ട് അതിവേഗതയിലാണ് ബസ് പാഞ്ഞു പോയിട്ടുള്ളത്. അതേ വേഗത അനുസരിച്ച് തന്നെ ബസ് മറിഞ്ഞതിനാൽ വലിയ തോതിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പരിക്കിന്റെ ഇതും വളരെ ഗുരുതരമായ നിലയിൽ തന്നെയാണ് അവരുള്ളത്. അത്യാസന്ന നിലയിൽ കഴിയുന്നവരുടെ അവസ്ഥ അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് ജീവൻ രക്ഷിക്കാൻ വളരെ പ്രയാസകരമാണ്. കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റേണ്ടി വരുമെന്നുള്ളതാണ് തമിഴ്നാട് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. എന്തായാലും പരിക്കേറ്റവരിൽ ദിനകർ സൂചിപ്പിച്ചതുപോലെ 5 or 6 പേർക്ക് പരിക്ക് വളരെ ഗുരുതരമാണ്. ഇവരെ ICUവിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവരെ മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് തമിഴ്നാട് ആരോഗ്യവകുപ്പ് അധികൃതർ. രാജ്കുമാർ, അധികൃതർ പറയുന്ന ഒരു വിഷയം എങ്ങനെയാണ് ഈ ഒരു മേഖല, പ്രത്യേകിച്ച് നല്ല സ്പീഡ് ഉണ്ടായിരുന്ന വണ്ടി, അതുതന്നെയാണ് ഇടിയുടെ ഒരു ആഘാതം എത്രയും കൂടാൻ കാരണം, മരണസംഖ്യ ഒരുപക്ഷെ ഉയരാൻ കാരണം, ഡ്രൈവർ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ അധികൃതർ പറയുന്ന വിഷയങ്ങൾ എങ്ങനെയാണ് അപകടം സംബന്ധിച്ച്? പുലർച്ചെ 4-നും 5-നും ഇടയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പിലാക്കോട്ടൈപ്പാറ, വള്ളിയൂരിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ മാത്രമുള്ള പിലാക്കോട്ടൈപ്പാറയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. അതിവേഗതയിൽ ബസ് വരികയും ഉറക്കത്തെ തുടർന്ന് ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഉറങ്ങിയതിനെ തുടർന്ന് വണ്ടി നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചിട്ടാണ് ആ വണ്ടി മറിയുന്നത്. ഇത് പലതവണ വണ്ടി മറിഞ്ഞു, ഞരങ്ങി നീങ്ങി, ഏതാണ്ട് 100-200 മീറ്റർ വരെ ഞരങ്ങി. അതാണ് ഈ അപകടത്തിന്റെ ഒരു ആഴം. അപ്പോൾ തീർച്ചയായും അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിവേഗതയിൽ വന്ന വണ്ടിയാണ്. നമുക്ക് അറിയാം, കേരളത്തിൽ നടൻ ജഗതി ശ്രീകുമാർ ഇതേപോലെ ഡിവൈഡറിൽ ഇടിച്ചിട്ടാണ് അപകടമുണ്ടായത്. അത് ഒരു ചെറിയതാണെങ്കിൽ അതിന്റെ പരിക്കുകൾ എത്രമാത്രമായിരുന്നു ജഗതിയുടെ ഇന്നത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത് വലിയ ബസ് അതിവേഗതയിൽ വന്ന് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് മരണസംഖ്യ ഇത്രയേറെ ഉയരാനും കാരണം. രാജ്കുമാർ, ഇപ്പോഴത്തെ മരിച്ചവരുടെ നെയ്യാറ്റിൻകര സ്വദേശി അടക്കമുള്ള പേരുകളാണ് ലഭ്യമായിട്ടുള്ളത്. അത് ഒരിക്കൽ കൂടി രാജ്കുമാർ, ആരൊക്കെയാണെന്നുള്ളത്? നെയ്യാറ്റിൻകര സ്വദേശി 33 വയസ്സുള്ള ലിയോ, മലയാളിയുടെ ഒരു ഏക പേരായിട്ട് നമുക്ക് ഇത് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഗുജറാത്ത് സ്വദേശികളായ അഞ്ജലിയും സഹോദരൻ അഞ്ജനലു, അതുപോലെ കാരക്കാൽ, തമിഴ്നാട് കാരക്കാൽ സ്വദേശി 6 വയസ്സുകാരി സുജി, ഇവരെ 3 പേരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അല്പസമയത്തിനകം മറ്റുള്ളവരുടെ പേരുകൾ കൂടി ലഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഈ 11 മരണം എന്ന രീതിയിൽ തന്നെയാണോ രാജ്കുമാർ? ഇപ്പോഴും തീർച്ചയായും അധികൃതർ നൽകുന്ന ഈ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം 11 പേരുടെ മൃതശരീരം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അത് കണക്കൂട്ടിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആശുപത്രിയിൽ മൃതശരീരങ്ങൾ മുഴുവനും ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള തത്രപ്പാടിലാണ്. 4 പേരുടെ മൃതശരീരം പാളയംകോട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, തിരുനെൽവേലി പാളയംകോട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ മൃതശരീരങ്ങൾ മുഴുവനും ആംബുലൻസിലേക്ക് കയറ്റുന്നതിനുള്ള ശ്രമത്തിലാണ്. ഇത് ചെറിയ നിലയിലായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ്. രാജ്കുമാർ, എത്ര ആളുകളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്? ഇവര് ഈ പറഞ്ഞ പോലെ കൂടുതലും മലയാളികളാണോ? ആകെ 37 പേർ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സ്ഥിരീകരണ റിപ്പോർട്ടൊന്നുമല്ല, അത് പോലീസിന്റെ ഒരു നിഗമനം മാത്രമാണ്. ലഭിച്ചിട്ടുള്ള ഒരു ചാർട്ടിൽ പറയുന്നതനുസരിച്ചാണ്. മറ്റാരെങ്കിലും വാഹനത്തിൽ ഉണ്ടായിരുന്നു, ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും പ്രാഥമിക നിഗമനം അനുസരിച്ച് 37 പേർ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 37 പേർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ കണക്കുകൾ ഏതായാലും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. 11 പേർ മരിച്ചു എന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മലയാളികൾ ഉണ്ട്, കൃത്യമായ പേരുവിവരങ്ങൾ എന്നാൽ അവരുടെ ലഭ്യമായിട്ടില്ല. ഒരു നെയ്യാറ്റിൻകര സ്വദേശി ലിയോ മരിച്ചിട്ടുണ്ട് അപകടത്തിൽ. ബാക്കി മരിച്ചവരുടെയൊക്കെ എണ്ണം, കൃത്യമായ വിവരങ്ങൾ, പേരുവിവരങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ 4-നും 5-നും ഇടയിലാണ് തിരുനെൽവേലി വെച്ച് ബസ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരത്തേക്ക് വരുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. കുട്ടികളടക്കമുള്ളവരാണ് മരിച്ചവരിൽ ഉൾപ്പെടുന്നത്. തമിഴ്നാട് തിരുനെൽവേലിയിൽ വാഹനാപകടത്തിൽ 11 മരണം. പുതുച്ചേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ മലയാളികൾ കൂടുതലായി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിരവധി പേർ ആശുപത്രിയിലാണ്. ഇവരിൽ പലരുടെയും നില ഗുരുതരം എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സുനിൽ, വിവരങ്ങൾ.
സൗമ്യ, ഇന്ന് പുലർച്ചെ 6:05 തിരുനെൽവേലിക്ക് സമീപമുള്ള വള്ളിയൂരിൽ വെച്ച വോൾവോ AC ബസ്, പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന വോൾവോ AC ബസ് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. തുടർന്നാണ് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. 30 പേർക്കാണ് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായി കളക്ടർ, കന്യാകുമാരി കളക്ടറും അതുപോലെ തന്നെ തിരുനെൽവേലി കളക്ടറും നൽകുന്ന വിവരം അനുസരിച്ച് നമുക്ക് പറയാനുള്ളത്. 11 പേർ മരിച്ചതായിട്ട് ഇപ്പോൾ തഹസിൽദാർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവം നടന്ന സ്ഥലത്തെ താലൂക്കിലെ തഹസിൽദാരാണ് ഇപ്പോൾ ഈ 11 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 9 പേർ മലയാളികളാണ് എന്നുള്ള വസ്തുതയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യം തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് കന്യാകുമാരി ജില്ലാ കളക്ടർ സന്ദേശം അയച്ച 9 പേർ മലയാളികളാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഇതിൽ വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയിട്ടുള്ള യാത്രക്കാരാണ് കൂടുതലുള്ളത് മലയാളികൾ എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. വലിയതുറ, നെയ്യാറ്റിങ്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ഈ മരിച്ചതിൽ എന്നാണ് അറിയുന്നത്. പക്ഷേ ഇവരുടെ പേര് വിവരവും അതുപോലെ തന്നെ ഇവരാരൊക്കെയാണ് എന്നുള്ള സംബന്ധിച്ചുള്ള തിരിച്ചറിയൽ ഇതുവരെ നടത്തിയിട്ടില്ല. കാരണം ഇവിടെ നിന്ന് കളക്ടറിൻ്റെ അല്ലെങ്കിൽ നിർദ്ദേശാനുസരണം ഉദ്യോഗസ്ഥർ പോകുന്നു എന്നുള്ളൊരു വിവരവും നമുക്കിപ്പോൾ പുതുതായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കളക്ടർ, കന്യാകുമാരി കളക്ടറും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ വിശദമായിട്ടുള്ള തിരിച്ചറിയൽ നടത്തിയ ശേഷം വിവരങ്ങൾ തിരുവനന്തപുരം ജില്ലാ കളക്ടറെ അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോണ്ടിച്ചേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന വോൾവോ ബസ്സാണിത്. ഇതിൽ വേളാങ്കണ്ണിയിൽ പോയിട്ട് തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന യാത്രക്കാരാണ് ഇതിനകത്തുണ്ടായിരുന്ന മലയാളികളിൽ ഭൂരിപക്ഷം പേരും എന്നാണ് അറിയപ്പെടുന്നത്. 37 പേർ ബസ്സിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമിക കണക്ക്. ഈ തിരുനെൽവേലി വള്ളിയൂർ റൂട്ടെന്ന് പറയുന്നത് വലിയ വീതി കൂടിയ റോഡാണ്, 6 വരി പാതയാണ്. ഇതിനകത്ത് വളരെ വേഗതയിൽ തന്നെയാണ് ഈ റൂട്ടിലൂടെ ബസ്സുകളെല്ലാം തന്നെ പോകുന്നത്. ബസ്സുകളെല്ലാം, നിരവധി വാഹനങ്ങൾ ഈ റൂട്ടിലൂടെ വളരെ വേഗത്തിൽ തന്നെയാണ് പോകുന്നത്. അത്തരത്തിൽ അമിത വേഗതയിൽ വന്ന ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറുകയും തുടർന്ന് മറിഞ്ഞ് ദൂരേക്ക് വീഴുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ വലിയൊരു ദുരന്തം തന്നെ ഒഴിവായി എന്ന് നമുക്ക് പറയാം. കാരണം 11 പേർ മരിച്ചു എന്നാൽ പോലും ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഉണ്ടാകേണ്ടതാണ്. കാരണം അത്രയ്ക്ക് വേഗതയിൽ തന്നെയാണ് ബസ് വന്നത്. ഈ റോഡിൻ്റെ ഒരു സ്ഥിതിഗതികളും മറ്റു വാഹനങ്ങൾ ഇടിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യതകളും കണക്കിലെടുക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ദുരന്തം ഒഴിവായി എന്ന് പറയുമ്പോഴും 11 പേരാണ് ഇപ്പോൾ മരിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 4 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള ഒരു വിവരം കൂടെ ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ നാഗർകോവിൽ സർക്കാർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മണിക്കൂറുകൾ സഞ്ചരിച്ച ശേഷമാണ്, നാഗർകോവിലാണ് ഏറ്റവും അടുത്ത സ്ഥലം. അത്തരത്തിൽ അതുപോലെ തിരുനെൽവേലിയിലുള്ള ആശുപത്രിയിലും നാഗർകോവിലുള്ള ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വള്ളിയൂർ കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നാഗർകോവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാഗർകോവിൽ മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനും തന്നെ ലഭ്യമാക്കാനാകും. ഈ മരിച്ച മലയാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ വാർത്ത വന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വലിയതുറ പ്രദേശത്തുള്ളവർ ഇത്തരത്തിൽ ഇപ്പോൾ ഈ വേളാങ്കണ്ണി പോയവർ സംബന്ധിച്ച് അവരുടെ പോയവരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരൊക്കെയാണ് ഈ ബസ്സിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകും. സൗമ്യ. സുനിൽ, ഒരുപക്ഷെ ഈ ഒരു അപകടത്തിൻ്റെ ഒക്കെ ഒരു ശക്തി അതായിരിക്കുമോ ഇങ്ങനെ, പ്രത്യേകിച്ച് ആ ദൃശ്യങ്ങൾ അത് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയാത്ത തരത്തിൽ ബോഡി ചെന്നി ചിതറിയ തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ആ ഒരു ശക്തമായ ഒരു ഇടിയുടെ ആഘാതമാണോ ഇങ്ങനെ ഇത്രയേറെ ആളുകൾ മരണപ്പെടാനും ഒപ്പം തന്നെ പരിക്കുകളുള്ളവർ തന്നെ ആയാലും ഗുരുതരമായ പരിക്കുകളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ വിധത്തിൽ വലിയ ശക്തമായ ഒരു അപകടമായിരുന്നു. തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ വള്ളിയൂർ തിരുനെൽവേലി ഈ ദേശീയപാത വളരെ വേഗതയിൽ, പ്രത്യേകിച്ച് ഈ വള്ളിയൂർ സ്ഥിരം അപകടം നടക്കുന്ന ഒരു പ്രദേശം കൂടെയാണ്. വളരെ വേഗത്തിൽ ആണ് വാഹനങ്ങൾ വരുന്നത്. ഇവിടെ കാറ്റിൻ്റെ ഒരു സാന്നിധ്യം കൂടെ വളരെ ശക്തമായ രീതിയിലാണ് ഈ വള്ളിയൂർ ഭാഗത്ത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വാഹനത്തിൻ്റെ വേഗത തന്നെ യഥാർത്ഥത്തിൽ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് പുലർച്ചെയാകുമ്പോൾ ഇവിടെ രാവിലെ എത്തിച്ചേരേണ്ട 9 മണിയോടുകൂടിയൊക്കെ തിരുവനന്തപുരത്ത് എത്തിച്ചേരേണ്ട വാഹനങ്ങളാണ് ഇത്തരത്തിൽ വരുന്നത്. കാരണം സ്വകാര്യ ബസ് സർവീസുകളെല്ലാം തന്നെ പുലർച്ചയോടുകൂടി വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ
തന്നെ അവർ വളരെ വേഗതയിലാണ്. കാരണം വാഹന തിരക്കുള്ള കുറഞ്ഞ ഒരു സമയമാണ് പുലർച്ചെ സമയം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിലായിരിക്കും അവർ യാത്ര പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി വാഹനങ്ങൾ ഓടിച്ചു വരുന്നത്. അത്തരത്തിൽ വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഡിവൈഡറിൽ ഇടിച്ചാണ് ബസ് മറിഞ്ഞിരിക്കുന്നത്. ബസ്സിൻ്റെ ഒരു ഭാഗത്തെ ഗ്ലാസുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാരണം പല ആളുകളും രാവിലെ ഉറങ്ങുന്ന ഒരു സമയമാണ്. കാരണം രാത്രി ബസ്സിലേക്ക് കയറിയ യാത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ പുലർച്ചെ എത്തുന്നത് വരെ അവർക്ക് ഉറങ്ങാനുള്ള ഒരു സജ്ജീകരണം, പ്രത്യേകിച്ച് AC ബസ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വളരെ പെട്ടെന്നുണ്ടായ ഒരു ദുരന്തം, പെട്ടെന്ന് ഡിവൈഡറിലേക്ക് വളരെ അമിത വേഗത്തിൽ, കാരണം ഡ്രൈവർക്ക് തന്നെ ചിലപ്പോൾ വാഹനം നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇതിൽ പരിക്കേറ്റവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമെന്നാണ് അല്പം മുമ്പ് നമ്മൾ കന്യാകുമാരി ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അഗസ്തീശ്വരം അവിടുത്തെ തഹസിൽദാർ അറിയിച്ച വിവരം അദ്ദേഹം പങ്കുവെച്ചത് അങ്ങനെയാണ്. പരിക്കേറ്റവരുടെ നില വളരെ ഗുരുതരമാണ്. വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് അവർക്ക് ഏറ്റിട്ടുള്ളത്. കാരണം ബസ് ഡിവൈഡർ വളരെ വേഗത്തിൽ വന്ന് ഇടിക്കുന്ന ഒരു സാഹചര്യവും അതിനെ തുടർന്ന് മറിയുകയും ചെയ്ത ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അപകടമായതുകൊണ്ട് തന്നെ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. അതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ഒരു വിവരം, ഒരാൾ കൂടി മരിച്ചു എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. 12 പേർ മരിച്ചു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വാർത്തയും കൂടെ നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടി വരുന്നു. അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. കാരണം ഈ സംഭവ സ്ഥലത്ത് ഈ മരിച്ചവരുടെ മൃതദേഹം തന്നെ ചിതറുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനകത്ത് ആരൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ട് ഭരണകൂടം, അതായത് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസുകാരും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകുകയുള്ളൂ. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സൗമ്യ. എന്തായാലും ഇപ്പോൾ അപകടത്തിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്. 12 പേർ മരിച്ചു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരികെ എത്താം. മരണസംഖ്യ ഉയരുന്ന ഒരു അവസ്ഥയാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരിക്കേറ്റവരുടെ പലരുടെയും നില അതീവ ഗുരുതരമാണ്. 12 പേർ മരിച്ചു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുമ്പോൾ വിവരങ്ങൾ. സമയം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 12 പേർ ഈ വാഹനാപകടത്തിൽ മരിച്ചു എന്നുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പരിക്കേറ്റ് വളരെ ഗുരുതരമായി കഴിയുന്ന 4 പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ള ഒരു വിവരം കൂടെ നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കേണ്ടിയിരിക്കുന്നു. വലിയതറ സ്വദേശികൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അവർ ആരൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വള്ളിയൂരിൽ വെച്ചാണ് ബസ് അപകടം ഉണ്ടായത്. പുലർച്ചെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. കാരണം വളരെ വേഗത്തിൽ ബസ് വന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ ഇത്തരത്തിൽ പുലർച്ചെ വരുന്ന ബസ്സുകളെല്ലാം തന്നെ വളരെ വലിയൊരു വേഗതയിൽ തന്നെയായിരിക്കും. അപകട സാധ്യത എപ്പോഴും ഈ വള്ളിയൂർ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നതാണ്. കാരണം അതൊരു സ്ഥിരം കാഴ്ചയാണ്. ഒരു ദിവസം ഒരു അപകടമെങ്കിലും ഈ വള്ളിയൂർ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. കാരണം അമിത വേഗത, അതിനപ്പുറം വലിയ രീതിയിലുള്ള വശങ്ങളിൽ നിന്ന് ശക്തമായിട്ടുള്ള കാറ്റ് അവിടേക്ക് ഉണ്ട്. കാരണം റോഡ് വളരെ ദൂരം തന്നെ നമുക്ക് കാണാവുന്ന തരത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡാണ് എന്നുള്ളതാണ് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരിക. അത്തരത്തിൽ വരുമ്പോൾ ഈ പുലർച്ചെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകളിലൊക്കെ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ഉറങ്ങിപ്പോയത് തന്നെയാണ് തീർച്ചയായും ഈ അപകട കാരണം. കാരണം അല്പമൊന്ന് കണ്ണ് അയഞ്ഞു പോയാൽ തന്നെ അപകടം സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു വേഗതയാണ്. പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഈ അപകടത്തിൽ നിന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഡിവൈഡറിൽ അമിത വേഗത്തിൽ വന്ന ഈ ബസ്സാണ് ഇടിച്ചത്. യൂണിവേഴ്സൽ എന്ന സ്വകാര്യ ബസ്സാണ് തിരുവനന്തപുരം കേന്ദ്രമാക്കി നിരന്തരം തിരുവനന്തപുരം പോണ്ടിച്ചേരി സർവീസ് നടത്തുന്ന ബസ്സാണ്. അമിത വേഗത്തിൽ വന്ന ബസ് ഡിവൈഡറിൽ ഇടിച്ച് വളരെ ശക്തിയായി ഇടിച്ചാണ് മറിയുന്നത്. അതിൻ്റെ ആ ഇടിയെ തുടർന്ന് ഉള്ള അപകടം തന്നെ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു ദുരന്തം. കാരണം മരിച്ചവരുടെയൊക്കെ പലരുടെയും ബോഡി ചിതറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. ഇപ്പോൾ 9 മലയാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ നെയ്യാറ്റിങ്കര വലിയതുറ സ്വദേശികൾ ഉണ്ട് എന്നും പറയുന്നു. അക്കാര്യത്തിലൊക്കെ ഇനി ഇവരുടെ ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ തന്നെ ഇവരുടെ ബസ്സിനകത്തുള്ള യാത്രാരേഖകൾ ഒക്കെ പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. 12 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നത്. 4 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളത് നാഗർകോവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള അധികൃതരുടെ വിവരം വെച്ചുകൊണ്ട് നമുക്ക് പറയേണ്ടി വരുന്നു. സൗമ്യ.
മരിച്ചവരുടെ പൂർണ്ണമായ ഒരു ഡീറ്റെയിൽസ് ലഭ്യമല്ല എങ്കിൽ കൂടി അതേക്കുറിച്ച് കൂടി. സൗമ്യ, മരിച്ചവരിൽ 9 പേരാണ് മലയാളികൾ ഉള്ളത് എന്നാണ്. 12 പേര് മരിച്ചു എന്നുള്ളതാണ്. ഇതിൽ 3 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതിൽ തിരുവനന്തപുരം സ്വദേശികളാണ് ഈ മരിച്ച മലയാളികൾ എന്നുള്ളത് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ വലിയതുറ, നെയ്യാറ്റിങ്കര എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയി മടങ്ങുന്ന ആളുകൾ ആണ് എന്നുള്ളതും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ ജില്ലാ കളക്ടറും ആയി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ജില്ലാ പോലീസ് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് അപ്പോൾ തന്നെ ലഭ്യമാക്കാനാകും. ആരൊക്കെയാണ് മരിച്ച മലയാളികൾ എന്നുള്ളത് സംബന്ധിച്ച് മൃതദേഹം ഐഡന്റിഫൈ ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ് സംഭവ സ്ഥലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ചിന്നിച്ചിതറിയ നിലയിലാണ് മൃതദേഹങ്ങൾ പലതും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. മറ്റ് സാധ്യതകൾ വാഹനത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ടിക്കറ്റിൻ്റെ വിശദാംശങ്ങളും അഡ്രസ്സ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരിച്ചുകൊണ്ടുള്ള കാര്യം പറയാൻ പറ്റൂ. പക്ഷേ 37 യാത്രക്കാരാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് പലരും പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മരണം സംഭവിച്ചതിനെക്കുറിച്ച് പോലും ചിലപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ദുഃഖകരമായി പറയേണ്ട ഒരു കാര്യം. 9 മലയാളികൾ മരിച്ചു എന്നുള്ള ഒരു അവസാന സ്ഥിരീകരണം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. കൂടുതൽ പരിക്കേറ്റവരെ ഈ വള്ളിയൂരിനടുത്തുള്ള ചില ചെറിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരുടെ അത്തരത്തിൽ ഗുരുതരമായി വന്ന ആളുകളെ ഇപ്പോൾ മെഡിക്കൽ കോളേജ്, നാഗർകോവിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കന്യാകുമാരി കളക്ടറുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ശ്രീ സ്റ്റീഫൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ സ്റ്റീഫൻ, ഇപ്പോൾ 12 പേർ മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഒരു സ്റ്റീഫൻ 10 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ബോഡി കൊണ്ടുവന്നത് 10 ആണ്. ആക്സിഡന്റ് നടന്ന സ്ഥലം തിരുനെൽവേലി ഡിസ്ട്രിക്ട് ആണ്. ഇവിടെ ബോഡി 10 പറഞ്ഞിരിക്കുന്നത്. 10 ഡെത്ത് നമുക്ക് ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ളൂ. 10. ആശുപത്രിയിൽ എത്ര ആളുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്? അല്ല, ഇപ്പം ആസാരിപ്പള്ള മെഡിക്കൽ കോളേജ് നാഗർകോയിൽ, അവിടെ 27% ഉണ്ട്. അതില് 2 പേർക്ക് ഇച്ചിരി സീരിയസ് ആണ്. ബാക്കി മറ്റേതൊക്കെ അത്ര സീരിയസ് എന്ന് പറയാൻ പറ്റിയല്ല. പിന്നെ 5 പേര്, 2 പേര് തിരവിയം പ്രൈവറ്റ് ഹോസ്പിറ്റൽ, തിരവിയം കോളേജിലും തിരവിയം ഹോസ്പിറ്റലും മണിവേൽ ഹോസ്പിറ്റലിലും 3 പേരും ഉണ്ട്. മരിച്ചവരുടെ ഡീറ്റെയിൽസ് ലഭ്യമാണോ? പേരടക്കം? ഹലോ, മരിച്ചവരുടെ പേരടക്കം ലഭ്യമാണോ? ഇല്ല, മരിച്ചവരുടെ പേര് ഡീറ്റെയിൽ ഒക്കെ ഇതുവരെ കിട്ടിയിട്ടില്ല. ബോഡി ഇപ്പം കൊണ്ടുവന്നേ ഉള്ളൂ സ്പോട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക്. പോലീസ് ഐഡന്റിഫൈ ചെയ്യും. പോലീസ് താൽക്കാലൊക്കെ സ്പോട്ടിലുണ്ട്, അവരെ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കൂടുതലും മലയാളികളാണോ? കൂടുതലും കേരളത്തിലുള്ളത്. ഇവിടെ തമിഴ്നാട്ടിലുള്ളത് ഡിസ്ട്രിക്റ്റ് അടുത്തുള്ളതൊക്കെ 2-3 പേരെ ഉള്ളു ആക്സിഡന്റില്. ബാക്കിയെല്ലാം കേരളത്തിൽ ട്രിവാൻഡ്രം, കൊല്ലം ആ ഭാഗത്തുള്ളത്, കരുനാഗപ്പള്ളി ആ ഭാഗത്തുള്ളത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് അറിഞ്ഞത്. അതല്ല, അത് നമുക്ക് അറിയാൻ മേല. ഇത് സംഭവം നടന്നത് വേറെ ഡിസ്ട്രിക്റ്റ് ആണ്. ഇവിടെ നമ്മൾ പേഷ്യന്റ് ഒക്കെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. അവിടെ അത് ഡീറ്റെയിൽ അറിയാൻ മേല. ഡീറ്റെയിൽ അറിയാം. മെഡിക്കൽ കോളേജിൽ എത്ര ആളുകളുടെ ശരീരം എത്തിച്ചിട്ടുണ്ട്? 27 പരിക്കേറ്റവരുണ്ട് മെഡിക്കൽ കോളേജിലുണ്ട്. ഇപ്പൊ ആക്സിഡന്റ് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റിലാണ്, അണ്ടർഗോൺ ട്രീറ്റ്മെന്റിലാണ്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. അല്ല, അതും അവിടെ 2 പേരും, അവിടെ ഉള്ള 2 പേരും, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 5 പേരുണ്ട് ടോട്ടൽ. അത് ഒരു കൊച്ചിന്റെ കുറച്ച് സീരിയസ്, ബാക്കി അത്ര ഇതില്ല. ഈ മരിച്ചവരുടെ ബോഡി അവിടേക്കാണോ കൊണ്ടുവന്നിട്ടുള്ളത്? മെഡിക്കൽ കോളേജിലോട്ടാണോ കൊണ്ടുവന്നത്? എല്ലാം ആസാരിപ്പള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 10 പേരുടേതാണ്? 10 പേരുടെ. ഈ സീരിയസ് ആയിട്ടുള്ളവരൊക്കെ തന്നെയും ഒരു വല്ലാത്ത അവസ്ഥയിലാണോ? അത് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുള്ള? 2 പേർക്ക് മാത്രമേ ആസാരിപ്പള്ളത്തിൽ ഉള്ളത്. 2 പേർക്ക് മാത്രമേ ഇച്ചിരി സീരിയസ് ഉള്ളൂ. ബാക്കിയെല്ലാം അത്ര സീരിയസ് അല്ല. വർത്താനൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. ആണ്. ഈ അപകടം നടന്ന് എത്ര നേരം കഴിഞ്ഞ ഇവരെ കൊണ്ടുവരാൻ പറ്റിയത്? രാവിലെ ആയിരുന്നത് കൊണ്ട് കൊണ്ടുവരാൻ ഒരു താമസം ഉണ്ടായി എന്നാണ് അറിഞ്ഞത്. സ്പോട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം 5:30 6 മണിക്ക് നടന്നെങ്കിൽ ഇവിടെ 6 മണിക്ക് മുമ്പേ എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 കൊണ്ടുവരും മുമ്പ് മരിച്ചവരാണോ കൂടുതലും? സ്പോട്ടിൽ മരിച്ചാന്ന് തോന്നണേ എല്ലാരും. അതെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയാൻ മേല. യെസ്, സ്റ്റീഫനാണ് നമ്മുടെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജിൽ നിരവധി ആളുകൾ ഇപ്പോൾ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. പലരും
പല ഭാഗങ്ങളിലായാണ് മറ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുണ്ട്. മലയാളികൾ തന്നെയാണ് കൂടുതലായും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ളൊരു ഡീറ്റെയിൽസ് ആണ്, മെഡിക്കൽ കോളേജിൽ നിന്നുള്ളൊരു ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ശ്രീ സ്റ്റീഫൻ നമ്മോട് പങ്കുവച്ചത്. 10 മരണം എന്ന രീതിയിലാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ മറ്റ് ഹോസ്പിറ്റലുകളിലും ആളുകളുണ്ട്. അതിനുശേഷം 2 മരണം കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സുനിൽ അർമാനൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സുനിൽ, പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ 2 പേരാണ് സ്പോട്ടിൽ വെച്ച് മരിച്ചത്. പിന്നീട് ബാക്കി മരണങ്ങൾ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വരും വഴിയൊക്കെ ആയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ സ്റ്റീഫൻ കൂടി പറഞ്ഞതുകൂടി ക്രോഡീകരിച്ച് പറഞ്ഞാൽ. തീർച്ചയായും സ്റ്റീഫൻ പറഞ്ഞതോട് വെച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. കാരണം നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളും സ്റ്റീഫൻ പറഞ്ഞ കാര്യങ്ങളും കൃത്യതയോടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം 10 പേരുടെ മൃതദേഹം തന്നെ ഇപ്പോൾ നാഗർകോവിൽ മെഡിക്കൽ കോളേജിൽ, സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ളതാണ് എന്നുള്ളത് ചിലരുടെ എന്നുള്ള വിവരവും ഇപ്പോൾ സ്റ്റീഫൻ പങ്കുവച്ചിരിക്കുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥരും ഇവരുടെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി അത് അവരുടെ കൈവശമുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊക്കെ പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഇവരുടെ ഡെഡ് ബോഡി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. 5 പേർ തെരുവിയം ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതും നമുക്ക് ഏറ്റവും പുതുതായി പറയേണ്ട കാര്യം. കാരണം ഈ ആശുപത്രികളിലെ വിവരങ്ങൾ നമ്മൾ പറയുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടെ ആകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വളരെ വ്യക്തമായി നമ്മൾ പറയുന്നത്. തെരുവിയം സ്വകാര്യ ആശുപത്രിയിൽ 5 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരം. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. 27 പേരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നാഗർകോവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെയൊക്കെ പരിക്ക് നിസ്സാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിക്കേറ്റവരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വിവരങ്ങൾ കൃത്യമായി എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന സ്വകാര്യ ബസ്സാണ്. പുലർച്ചെ എത്തേണ്ട 8 മണി 9 മണിയോടുകൂടി തന്നെ എത്തിച്ചേരേണ്ട ബസ്സെന്നാണ് നമുക്കിവിടെ അവരുടെ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വെള്ളാങ്കണ്ണിയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഈ മലയാളികൾ എന്നുള്ളതാണ് പറയുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്ന് എല്ലാ ദിവസവും വരുന്ന വണ്ടി തന്നെയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വള്ളിയൂരിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. അമിത വേഗത തന്നെ, ഡ്രൈവർ ഉറങ്ങിപ്പോയി. അപ്പോൾ അപകടം ഇതിൽ വേറൊരു അവസരം, അത്തരത്തിൽ അപകടം വരാനുള്ള അവസരം തന്നെയാണത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. കാരണം വലിയൊരു ദുരന്തം തന്നെയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ പറയേണ്ടി വരിക. 12 പേർ മരിച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അത് 10 പേരുടെ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുള്ളതിൻ്റെ കൂടെ ഒരു വിശദാംശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ 12 മരണം എന്ന് പറയുന്നത്. സൗമ്യ, ഒരുപക്ഷെ അപകട കാരണം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി പുലർച്ചെയൊക്കെ ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ ഉണ്ടാകേണ്ട തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത്. നല്ല സ്പീഡിലായിരിക്കണം വണ്ടി. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഒരു ബസ് മറിയുന്ന തരത്തിലേക്കുള്ളൊരു അപകടത്തിലേക്ക് പോയത്. ഒരുപക്ഷെ സമീപകാലത്ത് ഇത്തരം ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അശ്രദ്ധകളല്ലേ ഇങ്ങനെ ഒരു അപകടത്തിലേക്കൊക്കെ പലപ്പോഴും നയിക്കുന്നത്? തീർച്ചയായും. കാരണം ഈ റോഡ് എന്ന് പറയുന്നത് അമിത, പ്രത്യേകിച്ച് ദേശീയപാതയാണ്. ഈ റോഡിൽ കൂടുതൽ ദൂരവും വളരെ ദൂരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ഒരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത എന്ന് പറയുന്നത് ഈ സ്പീഡ് ഗവർണറൊക്കെ പല ഈ സ്വകാര്യ ബസ്സുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും അവർ ഈ ഓടുന്ന സമയത്ത് തന്നെ വളരെ മെക്കാനിക്കൽ ബുദ്ധിയുള്ളവരെ ഉപയോഗിച്ച് കണ്ടതിനെ അതൊക്കെ നീക്കം ചെയ്ത ശേഷമാണ് അവർ ഓടുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് കൃത്യസമയം പാലിച്ചുകൊണ്ട് എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് പലപ്പോഴും നമ്മളടക്കം ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിലം തൊടാതെ പോകുന്ന ബസ്സുകളാണ് ഇത്തരത്തിൽ പോകുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയപ്പാടോടുകൂടി യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രയ്ക്ക് വേഗതയിൽ തന്നെയാണ് ഇത് കേരള അതിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സ്പീഡിൽ തന്നെയാണ് വന്നത്. രാത്രി 8-9 മണിക്ക് തിരിച്ച ഒരു ബസ്സാണ് എന്നാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. അത്തരത്തിൽ രാവിലെ 8-9 മണിയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു സ്പീഡ് തന്നെയായിരിക്കും വരുന്നത്. കാരണം ഗതാഗത കുരുക്കില്ലാത്ത സ്ഥലത്തും ആണ് അവരുടെ വേഗത കൂടുതലായിട്ട് വരുന്നത്. ആ
ആ വേഗതയിൽ തന്നെ അവർ ബസ് ഓടിച്ചെത്തിക്കുക എന്നുള്ളതാണ് പതിവ്. അതിനുശേഷം പിന്നെ നാഗർകോവിൽ കഴിഞ്ഞ് കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള വേഗത ലഭിക്കുകയില്ല. അതുകൊണ്ട് മാക്സിമം സ്പീഡിലായിരിക്കും അവർ ഈ പറയുന്ന ദൂരം കവർ ചെയ്ത് വരുന്നത്. അതിൻ്റെ ഫലമായി തന്നെ ഈ വള്ളിയൂരും അതോടൊപ്പം തന്നെ തിരുനെൽവേലി ഭാഗത്തൊക്കെ അപകടം പതിവായി വരുന്നു എന്നുള്ളത് തന്നെയാണ്. പല ബസ്സുകളും അപകടത്തിൽപ്പെടുന്നു. അത്ഭുതകരമായി തന്നെ യാത്രക്കാർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ്സുകളുടെ അപകടം മൂലം. മുപ്പന്തൽ അതുപോലെ തന്നെ വള്ളിയൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് സ്ഥിരം അപകടമുണ്ടാകുന്നു എന്നുള്ളത് തന്നെ തമിഴ്നാട് നിന്നുള്ള പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരുന്നു. ഇപ്പോൾ വലിയൊരു അപകടം ആയി തന്നെ ഇത് നമുക്ക് കാണേണ്ടി വരുന്നു. പ്രത്യേകിച്ച് മലയാളികൾ ഇതിനകത്ത് തീർത്ഥാടകരായി വന്നിരിക്കുന്നു. അത് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 12 മരണം സംഭവിക്കുമ്പോൾ അതിൽ 9 പേരും മലയാളികളാണ് എന്നുള്ള അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നത് എന്നുള്ളതും നമുക്ക് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 9 പേരുടെ മരണവും 9 പേർ മലയാളികളാണെന്നുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേർ തിരുവനന്തപുരം വലിയതുറയിൽ നിന്നുള്ള സ്ത്രീകളാണ് എന്നുള്ളൊരു വിവരം കൂടെ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം അത് സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിലുള്ള ടിക്കറ്റിൻ്റെ വിശദാംശങ്ങൾ, അഡ്രസ്സ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു പേരും മറ്റു വിവരങ്ങളും നമുക്ക് ലഭ്യമാക്കാൻ ആവുകയുള്ളൂ. സൗമ്യ, മരിച്ച 3 പേരെ കൂടി തിരിച്ചറിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. 7 പേർ വലിയതുറ സ്വദേശികളാണ്. 3 പേരുടെ പേരുവിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കന്യാകുമാരി കളക്ടർ നമുക്കിപ്പോൾ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വലിയതുറ സ്വദേശികളാണ് വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് വന്നിട്ടുള്ളത്. ഇതിൽ 2 പേർ സ്ത്രീകളാണെന്നുള്ള വിവരവും കൂടെ 7 പേർ നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരാൾ നെയ്യാറ്റിൻകര സ്വദേശി എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനും തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ആരൊക്കെയാണ് എന്നുള്ളത് പേര് സഹിതം അവരുടെ അഡ്രസ്സ് സഹിതം നമുക്ക് ആളുകളിലേക്ക് നമുക്ക് വാർത്ത എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം എല്ലാവരും വളരെ ആശങ്കയോട് തന്നെ ഈ ഒരു വാർത്തയെ വളരെ ഞെട്ടലോടെ കൂടി തന്നെയാണ് ഈ വാർത്തയെ രാവിലെ ശ്രവിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അവർക്ക് അവരുടെ ബന്ധുക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ അവർക്ക് തീർച്ചയായും അത്തരത്തിലുള്ള ഒരു അവകാശമുണ്ട്. അതിനനുസരിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടെയായി വരുന്നു. അത് തീർച്ചയായും കളക്ടറുമായി നമ്മൾ വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം അനുസരിച്ച് 7 പേര് തിരുവനന്തപുരത്തെ വലിയതുറ സ്വദേശികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. 9 മലയാളികളാണ് മരിച്ചിരിക്കുന്നത്. 12 പേർ മരിച്ചതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള 4 പേരുടെ നിലയാണ് അതീവ ഗുരുതരമെന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്നാലും ഇപ്പോൾ ADM-ഉം 2 ആംബുലൻസുകളും അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തേക്ക് കന്യാകുമാരിയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്.